സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയോന്നു. സുഭാഷ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ചേട്ടായി മേൽ പറഞ്ഞ ക്യാഷ് എടുക്കാശായി മാറിയ തുരുമ്പിൽ തിളക്കം വെക്കുന്നു. എവിടെ പാമ്പ്? തോണിയില് കയറാൻ പോവാണ്. മന്ത്രമില്ലാതെ മായകളില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നത് പോലാണ്. ഫ്രണ്ട്സ് നിർത്താൻ പറയണ ദേവ്, നിർത്താൻ പറയണ്ടേ? ഈ നായി പറഞ്ഞിട്ടാണ് എന്താണ് എന്താണ് സന്ധ്യാസമയത്തെ കാഴ്ചകൾ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങളൊരു ചായക്കടയിൽ വന്നേക്കാണ്. ഈസ്തെറ്റിക്. ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ പൊങ്ങിയപ്പോഴാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പക്ഷേ കോളിഫ്ലവർ, നിയമോക്ക് കോളിഫ്ലവർ ആണോ വേണ്ടേ? ഫ്രണ്ട്സ്, നിയമോളെ മുടി കണ്ടോ നിങ്ങള്? വെനസ്ഡേ ഹെയർ കട്ട്. നിക്കറുണ്ടോ നിങ്ങൾ? എന്റെയാ ഓർമ്മ ഇരുന്നോട്ടെ. ആണോ? ഇതങ്ങനെ ഉണ്ട് ദേവ? നിലമ്പൂർ പാട്ട് രസമുണ്ടോ? ചൂടുണ്ട്. സന്ധ്യാസമയത്ത് ഇങ്ങനെ പുറത്ത് നിന്ന് കോളിഫ്ലവർ കഴിക്കാൻ വേറൊരു വൈബ് തന്നെയാണ് അല്ലേ? പാവേ നമുക്ക് ഇരിക്കാൻ സീറ്റില്ല കേട്ടോ അവിടെ. കാട്ടിക്കൂട്ടി പെട്ടിയിലാക്കിയ ശരി തന്നെ ഞങ്ങള് ഏകദേശം ഫിനിഷ് ചെയ്തു. അമ്മ സൈഡിലുള്ള ജേഴ്സി നോക്ക്. ആ കുട്ടിയിട്ടേക്കണ ജേഴ്സിയാണ്. അതല്ല, ആ വൈറ്റ് വലുത് വലിയ വെയിറ്റില്ലേ, അതേ ജേഴ്സിയാണ് ഞങ്ങക്ക് വേണ്ടത്. എനിക്ക് രണ്ട് വേണം. അതെന്താ അതിന്റെ രസം? അമ്മ അതാണ് മോഡല്. ഗൈസ്, ജേഴ്സി രസമല്ലാതൊക്കെയാണ് അമ്മ. അമ്മയ്ക്ക് എങ്ങനത്തെ അറിയോ? മറ്റേ ഉടുപ്പ്, അതെ, ഉടുപ്പ് മരത്ത് ഷർട്ട്, ജീൻസ്. ഫുള്ള് അങ്ങനത്തെ. ഇവരിപ്പോഴും അവിടെ നിന്ന് പോന്നിട്ടില്ല. എന്താ 90s അല്ല, 90s അപ്പുറത്ത് കട്ട് ചെയ്തു ഒരു രാത്രി ഞാൻ ചോദിച്ചു ദിയമ്മളോട് മുടി കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തു. ഗൈസ്, ഞാന് മുന്നേ എന്തോ കാര്യം പറഞ്ഞു ഇങ്ങനെ അടിച്ചപ്പോ അമ്മ അങ്ങനെ അടിക്കാൻ പോല, എനിക്കിപ്പോ ചെറുക്ക് 4 വര കിട്ടിയിട്ടുള്ളൂ പറഞ്ഞാല്. എടി എപ്പോഴും പക്ഷെ ഉണ്ടല്ലോ, ഞാനിപ്പോ ഹോംവർക്ക് അല്ല, ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാത്തേനോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ ഭയങ്കര. നമ്മള് വീട്ടിലോട്ടാണ് നേരെ പോണേ. വീട്ടിലോട്ട് പോയിട്ട് നമ്മളൊന്ന് സെറ്റപ്പായി മുഖം കഴുകി ഫ്രഷ് ആയിട്ട് നമ്മള് കാറിന് വേണ്ടിട്ട് പോകും. सच है कुछ भी नहीं लाल पाടച്ചാൽ പെണ്ണേ മുക്കത്തെ മണ്ണിനാൽ പിറന്നതല്ലേ എന്നിലെ റൂഹിലെ പകുതിയല്ലേ എന്നിലെ പിറന്നതല്ലേ എന്നിലെ വെളിച്ചം. എല്ലാവർക്കും ഇപ്പൊ പാടാനുള്ള കഴിവ് ദൈവം പൂരം
ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ റെഡിയായി. കൈയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. പൊടിയാണ്, അതുകൊണ്ട് മാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും അവിടെ പോവാന്ന് പറയുമ്പോൾ ആലോചിക്കണം തോണി. ഫ്രണ്ട്സ്, അപ്പം നമ്മള് പോവാണ്. സമയം 7:30. ചേട്ടായി മേൽപ്പറഞ്ഞ ക്യാഷ് എടുക്കാശായി മാറിയ തുരുമ്പിൽ തിളക്കം വെക്കുന്ന. ഫ്രണ്ട്സ്, അപ്പം അവിടെയാണ് കാർണിവല്. അമ്മേന്റെ മീൻസ് നമ്മള് കവളന്ന് പറയില്ലേ, കവളേക്ക് പോണ റോട്ടിലാണ് കാർണിവല് ഉണ്ടാവും. കണ്ടിട്ടു കണ്ടിട്ടയ്യോ മിണ്ടാട്ടമില്ലാതായോ, മന്ത്രമില്ലാതെ മായകളില്ലാതെ. എൻട്രൻസ് എന്നതല്ലേ. എവിടെ പാമ്പ് നോക്ക് മോളെ, എന്തൊക്കെ പേടി. നോക്കൂ ഇനി കൊറേ ബേർഡ്സുകള്. നോക്കി ഈ കോഴീനെ കണ്ടിട്ടുണ്ടോ മോള്? അപ്പൊ പൂക്കി പട്ടിയുടെ വലുതല്ലേ. ഇവിടെ പാമ്പുണ്ട് കേട്ടോ ദിയമോൾ. ബയോളജിന്റെ ബുക്കിലുള്ള പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് എന്ത് പാമ്പാ? ആഫ്രിക്കൻ പൈത്തൺ. തരിപ്പിലാണ് പാമ്പിനെ കണ്ട തരിപ്പിലാണ്. ഞങ്ങൾക്ക് ഹൊറർ ഹൗസിൽ പോണം, തോണിയിൽ പോണം, പിന്നെ ഡിസ്കോയിൽ പോണം. വേറൊന്നും കൂടെ ഉണ്ട് അതിൽ പോണം. തോണിയിൽ കയറാൻ പോവാണ്. ഒരാൾക്ക് 80 ദിയമോക്ക് തോണിയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. ചെറിയ കുട്ടികളെ തോണിയിൽ കയറൂല വാവേ. നമുക്ക് അവിടെയൊക്കെ പോവാട്ടോ. ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും കാറിലും മോട്ടോർ സൈക്കിളുകളിലും സ്റ്റിയറിംഗിൽ നിന്നും കൈകൾ വിട്ടുകൊണ്ട് എന്താ തോന്നുന്നേ? ഇനി അടുത്ത ഇതിലാ കയറണ്ടേ?
അതാ മരത്തിന്റെ ഞാൻ നിർത്താൻ പറഞ്ഞവരോട്. ഞാൻ കണ്ടേ, ഞാൻ നോക്കുമ്പോ മരത്തിന്റെ മുകളിലേക്ക് അടുത്തതേതാ? ഡിസ്കോ. ദേവുന്റെ തൊണ്ടയും പോയി, മുന്നേന്റെ ചെവിക്കല്ലും പോയി. എന്താ വാവേ, എന്താ വേണ്ടേ? അതിവിടെ ഉണ്ടാവോ? മാല വേണ്ട. അത് നോർമൽ കറക്കം. ഞങ്ങൾ പാട്ടൊക്കെ പാടി. ഞങ്ങള് അമ്പലപ്പുഴ അത് പാടിക്കൊണ്ടിരിക്കും. എന്താ വേണ്ടേ? ഇതല്ലേ ഇത്? ഫ്രണ്ട്സ്, ഞങ്ങൾ ആ കോച്ചിൽ കയറാൻ നിൽക്കുകയാണ്. അതിന് 30 ബാക്കി എല്ലാത്തിനും 80. പോയി കൊടുത്തവർക്ക് പേടിയാണ്. പേടിച്ചോ? രണ്ട് അന്റെ കഴുത്തിന് പിടിച്ചാരെങ്കിലും ഇല്ല, ആരും വരുന്നില്ല. ഇപ്പൊക്കൊന്ന് കാണാനുണ്ടാവില്ല പ്രേതത്തിൽ. അനിയത്തിയ അതെ, നിങ്ങളെ കടയാണോ അത്? നിങ്ങളെ കട ആണോ? ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് കാർണിവലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. അവിടുന്ന് പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അവിടെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. അതെ, നല്ല രസമുണ്ടായിരുന്നു അല്ലേ? യന്ത്രൂഞ്ഞാലിൽ കയറിയില്ല, യന്ത്രൂഞ്ഞാലിലും ട്രെയിനിലും കയറിയില്ല. പിന്നെന്തോ ഒന്നിലും കയറിയില്ലല്ലോ. മരണക്കിണറിൽ കയറിയില്ല. ഇത്രയും സ്ഥലത്ത് കയറിയില്ല കേട്ടോ. പക്ഷെ തോണിയിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാണ്. തല ഇറങ്ങണവരോ ശ്രദ്ധിക്കാൻ വരുന്നവരോ പേടിയുള്ളവരൊന്നും കയറരുത്. പക്ഷെ മുന്നേ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ തോണിയിൽ കയറുന്നത്. അപ്പാനോട് ചോദിച്ചോട്ടെ. വാ നടക്ക്. ഫ്രണ്ട്സ്, ഞങ്ങളൊരു കല്യാണത്തലേന്ന് പോയി വരികയാണ്. ഒപ്പനക്കാര് അങ്ങനത്തെ കുറെ പേരുണ്ടായിരുന്നു. പേര് ആർക്കും ഓർമ്മയില്ല, കുറെ പേര് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു കല്യാണത്തലേന്ന് പോയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ. വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സുഭാഷ് സുഭാഷ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ.
കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് ഒരു പാട്ടും ഒരു ഡാൻസ് ഉണ്ടാവുന്നതാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞങ്ങള് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീട്ടിൽ വീണ്ടും വന്നായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.